ഒരാളുടെ അഭാവം ലോഹിതദാസിൻ്റെതാണ്. ലോഹിയുടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ഇപ്പോഴും മോഹിക്കുന്നു. ലോഹിയുടെ ആ ഒരു അസാന്നിധ്യത്തെ നികത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വേദിയിലേക്ക് ഇനി വിളിക്കേണ്ടത് ലോഹിയെ ആയിരുന്നു. ലോഹിക്ക് പകരം ലോഹിയുടെ മക്കളെ 2 പേരും ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഹരികൃഷ്ണൻ ലോഹിതദാസ്, ജയശങ്കർ ലോഹിതദാസ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുണ്ണി, ഇതിവിടെ ചക്കര. ഞങ്ങൾ കിരീടത്തിൻ്റെ ലൊക്കേഷൻ ആദ്യം പാലക്കാട് ഭാഗത്താണ്, ചിറ്റൂരാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ലൊക്കേഷൻ കാണാൻ പോയി വരുമ്പോഴൊക്കെ ലോഹി വല്ലാതെ ഒരു ടെൻഷനാണ്. കാരണം ലോഹിയുടെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവം അടുത്തിരിക്കുന്നു, ഏത് ദിവസവും പ്രസവം സംഭവിക്കാം. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ചിറ്റൂർ ഭാഗത്തൊക്കെ തിരിച്ച് വടക്കാഞ്ചേരിയിലെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു ടെലിഫോൺ പുതുക്കിയാൽ ലോഹി ഫോൺ ചെയ്തു. അപ്പോൾ അറിയുന്നു ഈ ചക്കര ജനിച്ചെന്നു. അങ്ങനെ അവർ ജനിക്കുന്നതിന് മുമ്പ് അവരുടെ അപ്പൻ എഴുതിയ ഒരു മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയുടെ ഈ ആഘോഷവേളയിലേക്ക് അവരെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ സിനിമയെക്കുറിച്ച് എന്താ കിരീടം സിനിമയെപ്പറ്റി പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, അച്ഛൻ എഴുതിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് സൈദു മുഴുവൻ. അത് ആ സിനിമ ഞാനൊക്കെ ഈ പറഞ്ഞ ചെറുപ്പത്തിൽ തൊട്ട് എപ്പോഴും ടി വിയിലൊക്കെ പലപ്പോഴും കണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും അന്ന് ആ ഒരു തലമുറ ഫ്രഷ് ആയിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവത്തെ പറ്റിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു മാർഗം ഇതാണ്. അതിനെ റിസ്റ്റോർ ചെയ്ത് അതിനെ അന്നത്തെ ആ ഒരു ദൃശ്യഭംഗിയിൽ തന്നെ അവതരിപ്പിക്കുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ടി വിയിൽ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് അത് അനുഭവിക്കാനായിട്ടുള്ള ഭാഗ്യം വീണ്ടും എല്ലാവർക്കും ഉണ്ടാവും എന്ന് പ്രതീക്ഷ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു 37 വർഷത്തിന് ശേഷം കിരീടത്തിന്റെ ഓർമ്മകൾ ഇത്രയും ഗ്രാൻഡായിട്ട് വീണ്ടും നമുക്ക് പുതുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. മാത്രമല്ല ആ ഒരു കൂട്ടായ്മയിൽ ശ്രീ മോഹൻലാൽ, പാർവതി എന്ന് വേണ്ട അതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും, എൻ്റെ പാർട്ണറായ ഉണ്ണി, സിബി, ഞങ്ങളെല്ലാവരും തന്നെ അതിനകത്ത് വേണ്ടപ്പെട്ട എല്ലാവരും ഇവിടെ ഉണ്ട്. അതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ഇവിടെ കുറേ പേര് നമ്മൾ വിട്ടുപോയ കഥ സിബി ഓൾറെഡി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ ഞാനും ഉണ്ണി അന്നേ സുഹൃത്തുക്കളാണ്. അങ്ങനെ വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് വന്നൊരു വിഷയമാണ് നമുക്കൊരു സിനിമ എടുത്തുകൂടി, അപ്പോൾ ആരെ വെച്ചെടുക്കും എന്നുള്ളതായി അടുത്ത്. അങ്ങനെ വന്നപ്പോഴേക്ക് വേറെ ആരും ഇല്ല. അന്ന് ഞങ്ങൾ വളരെ കോമൺ സുഹൃത്താണ് ശ്രീ മോഹൻലാൽ. അങ്ങനെ തീരുമാനിക്കുകയും കൃപ ഫിലിംസ് എന്നൊരു ബാനർ രജിസ്റ്റർ ചെയ്യുകയും, കൃപ എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, കൃഷ്ണകുമാറും പണിക്കരും കൂടെ ചേർന്നാണ് കൃപ എന്നുള്ള ബാനർ തന്നെ അന്ന് ഇട്ടത്. അങ്ങനെ നേരെ മോഹൻലാലിനെ അന്ന് തൂവനത്തുമ്പികളുടെ സെറ്റിൽ തൃശ്ശൂർ പോയി കാണുകയാണ്. അവിടെ ചെന്നപ്പോൾ ലാല് അത്രയും നമ്മളോടുള്ള സൗഹൃദമുള്ളതിന്റെ പേരിൽ ശരി ചെയ്തോ, പക്ഷെ ഒരു കാര്യമുണ്ട്, 1-2 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മൾ ആദ്യം കേട്ട ഡയലോഗ്. പക്ഷെ ഞങ്ങൾ 2 വർഷം വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്താണ് 89-ൽ പിന്നെ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ അതിന് സഹകരിച്ച ആദ്യം ഇതിന് ഡേറ്റ് തന്ന് ഞങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്ക് ജീവൻ നൽകിയ ശ്രീ മോഹൻലാലിനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ് തന്ന് നമുക്ക് ആ ചിത്രത്തിന് അടിത്തറ ഉണ്ടാക്കി തന്ന ശ്രീ ലോഹിദാസ് നമ്മളെല്ലാം വിട്ടുപോയി. അദ്ദേഹം ഈ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. പിന്നെ ഈ സിനിമ ഇത്രയും വിജയകരമാക്കി തീർത്തത് വേറെ ആരുമല്ല, സിബി മലയിൽ തന്നെയാണ്. ഏറ്റവും ലിമിറ്റഡ് ബഡ്ജറ്റിൽ അന്നത്തെ കാലാവസ്ഥയിൽ ആ സിനിമയ്ക്ക് കൊടുക്കാവുന്ന മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ വളരെ നൈസായിട്ട് ആ സിനിമ എടുത്ത സിനിമ ഏറ്റവും വിജയ ചരിത്രങ്ങൾ കുറിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാൻ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചു. പിന്നെ അത് അഭ്രപാളിയിൽ പകർത്തണമെങ്കിൽ ഒരാൾ വേണം. അത് കുമാറിന്റെ ജോലി വളരെ ഭംഗിയായിട്ട് നടത്തി. അങ്ങനെ നന്ദി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരോടും പറയേണ്ടി വരും. പിന്നെ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അതിനകത്ത് ഒറ്റ പാട്ടേ ഉള്ളൂ. ആ പാട്ട് പാടിയത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രീകുട്ടനാണ്. ശ്രീകുട്ടന്റെ ആ പാട്ട് നാഷണൽ ലെവൽ റെക്കഗ്നിഷൻ വരെ കിട്ടി. ശ്രീ മോഹൻലാലിന് നാഷണൽ റെക്കഗ്നിഷൻ കിട്ടി. ഞങ്ങൾക്ക് കിരീടം എന്ന ചിത്രത്തിലൂടെ ഞാനും ഉണ്ണിയും നല്ലൊരു തുടക്കം കുറിച്ചു.
പിന്നെ നമ്മുടെ പാർവതി ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമാണ്. കാരണം എനിക്കൊന്ന് വർഷങ്ങളായിട്ട് ശേഷമാണ് നമ്മൾ തമ്മിൽ നേരിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ചിത്രത്തിന്റെ ഭാഗമായിരുന്ന എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ഇങ്ങനൊരു തോട്ട് വന്നതും ഈ റീമാസ്റ്ററിങ് എന്നൊരു സംഭവം വന്നത് തന്നെ പുതിയൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾ ഇനി വീഡിയോയിൽ കണ്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ടി വിയിൽ കണ്ടിട്ട് കാര്യമില്ല. ശ്രീ മോഹൻലാൽ എന്തായിരുന്നു അന്നത്തെ കാലത്ത്, എന്തായിരുന്നു നിന്റെ അച്ഛനാടാ പറഞ്ഞേ കത്തി താഴെയിട തിലകൻ ചേട്ടൻ പറഞ്ഞ ഡയലോഗ്, അതെല്ലാം ആ ഒരു ഡോൾബി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ കാണണം, കേൾക്കണം. താങ്ക് യു വെരി മച്ച്. ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ട്. കാര്യം ഈ കിരീടം എന്നുള്ള ചിത്രത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതിൻ്റെ ഒരു വേദന വല്ലാതെ ഉണ്ട്. ഒന്നത്. രണ്ട്, എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിരുന്ന പ്യാരിലാലിൻ്റെ സഹോദരനാണ് മോഹൻലാൽ. ലാലിൻ്റെ ഒരൊറ്റ വാക്കിലാണ് ഈ ചിത്രം ഉണ്ടാകുന്നത്. ലാൽ അന്ന് എന്നെ വിശ്വസിച്ച്, ദിനേശിനെ വിശ്വസിച്ച് ഈ ഒരു പടം ചെയ്യാൻ തയ്യാറായപ്പോൾ ഞാൻ ആദ്യം സിബിയെ കാണുന്നു. സിബിയും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് പല പടങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പൂച്ചക്കരി മൂക്കുത്തി, പ്രിയദർശൻ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന പൂച്ചക്കരി മൂക്കുത്തിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഞാൻ. സിബി അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ ബന്ധത്തിലാണ് സിബിയും ഞാനുമായിട്ട് ഈ ചിത്രം ചെയ്യാൻ തയ്യാറായത്. അത് അന്ന് ലാല് ആ ഡേറ്റ് എനിക്ക് തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാവില്ല. പക്ഷെ ആ ചിത്രത്തിൻ്റെ കൂടെ അതിൻ്റെ ശക്തിയായിരുന്ന, അതിൻ്റെ ഓരോ വാക്കിലും അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടിരുന്ന എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ലോഹി എന്നോട് ഇപ്പം ഇല്ലാത്തതിലുള്ള വേദന എനിക്ക് വല്ലാതെയുണ്ട്. ലോഹി ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരാഴ്ച കൊണ്ട് എഴുതി തീർന്ന സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് പരിപൂർണമാക്കി ബൈൻഡ് ചെയ്ത് ലാലിനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈ നിൽക്കുന്ന എൻ്റെ പാർട്ട്ണർ ഉൾപ്പെടെ ഈ സബ്ജക്റ്റിന്റെ ഫൈനലിൽ ലാല് തോറ്റുപോയാൽ പടം ഓടുമോ? വിജയകുമാറിന് പ്രശ്നം ഉണ്ടായിരുന്നു. വിജയകുമാറും ഞാനും സിബിയും ലോഹിയും ഒക്കെ എഴുതി സംസാരിച്ചു. അന്നും ലാല് ശക്തി തന്നു, നമുക്ക് ഈ ചിത്രം ചെയ്യാം. അന്ന് ഈ ചിത്രം ധൈര്യമായി ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വന്നു. അതിനുവേണ്ടി ലാല് കൂടെ നിന്നു. ആ ചിത്രം വൻ വിജയമായി തീർന്നു. അതിനുശേഷം ഒരു ദിവസം എറണാകുളത്ത് വെച്ച് ഞാനും സിബിയും നടക്കാൻ ഇറങ്ങിയപ്പോൾ രാത്രി നൈറ്റ് എഡിഷൻ പേപ്പർ വാങ്ങിക്കാനായിട്ട് പോയി. അന്ന് നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന ദിവസമാണ്. ലാലിന് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ പോയത്. അന്ന് ഇതേപോലെ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. സിബിയും ഞാനും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് പത്രം വാങ്ങിച്ചു നോക്കുമ്പോൾ മോഹൻലാലിന് കിരീടത്തിന് സ്പെഷ്യൽ മെൻഷൻ അവാർഡ്. ജീവിതത്തിൽ ഇതിലപ്പുറം ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. സർവേശ്വരനെ സാക്ഷി നിർത്തി പറയാണ്, ജീവിതത്തിൽ അത്രമാത്രം ഞാൻ സന്തോഷിച്ച ദിവസമാണ്.